السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. وإذا الموءودة سئلت بأي ذنب قتلت. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ യഥോചിതം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, തത്വ കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കും ആജ്ഞാനിർദ്ദേശങ്ങൾക്കുമൊക്കെ കീഴൊതുങ്ങി ജീവിക്കുന്ന അവന്റെ മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ജൂലൈ 11 തീയതിയാണ്. ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിച്ചു വരുന്നുണ്ട്. 1987 ഇത് ആചരിക്കാൻ തുടങ്ങിയത്. വ്യത്യസ്ത രൂപത്തിലുള്ള ദിനാചരണങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് ലോക ജനസംഖ്യാ ദിനം. ഇത് 1987 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതിന്റെ ആ സമയത്താണ് ഇത് ആരംഭിക്കുന്നത്. അതിനുശേഷം എല്ലാ വർഷവും ഇത് തുടർന്നു വരുന്നുണ്ട്. ഈ ദിനാചരണത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്, ഇന്ന് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു ജനസംഖ്യ വിസ്ഫോടനത്തിലേക്കാണ്. ജനസംഖ്യ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കേവല വർധനവല്ല, ക്രമാതീതമായ എക്സ്പോണൻഷ്യലായ വർധനവാണ് എന്നാണ് പഠനങ്ങളിലൂടെ അവർ പറയുന്നത്. അത് ലോകത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്നും ഇവിടെയുള്ള വിഭവങ്ങളും റിസോഴ്സുകളും എല്ലാം കുറഞ്ഞു വരുമെന്നും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും അതിനാൽ നിയന്ത്രണ വിധേയമാക്കണമെന്നുമാണ് ആ രൂപത്തിൽ ചില ആളുകളൊക്കെ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്. ഇന്ന് ലോക ജനസംഖ്യ 800 കോടിയിലധികം, കൃത്യമായ കണക്കുകളിലെങ്കിലും 820 കോടിയിലധികമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയുടെ ജനസംഖ്യ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം എന്നൊക്കെ നമ്മൾ പഠിച്ച ചൈനയെ മറികടന്നുകൊണ്ട് 150 കോടിയോളം ഇന്ത്യയുടെ ജനസംഖ്യ എത്താനിരിക്കുകയാണ്. അതിന്റെ കാനേഷുമാരി കണക്കെടുപ്പിലേക്ക് നമ്മൾ നീങ്ങാനിരിക്കുകയുമാണ്. യഥാർത്ഥത്തിൽ ജനസംഖ്യ കൂടുക എന്നത്, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ, ഒരു പ്രദേശത്തെ മാനവ വിഭവശേഷി കൂടുക എന്നത് അവിടുത്തെ കെട്ടുറപ്പിനെയും ഭദ്രതയെയും അതുപോലെ തന്നെ അവിടെയുള്ള ഒരു രാജ്യത്തിന്റെ വരുമാനത്തെയും അവിടെയുള്ള നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളെയും ഓരോ വ്യക്തിയുടെയും അറിവും കഴിവും ജോലിയും
അവന്റെ ഒരു ഇൻവോൾവ്മെന്റും ഉണ്ടെങ്കിൽ സ്വാഭാവികമായും എല്ലാ രാജ്യവും പുരോഗതിയിലേക്കാണ് എത്തുക എന്നത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇതിനെല്ലാം വിപരീതമായിക്കൊണ്ട് ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജനങ്ങളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അത് രാഷ്ട്ര പുരോഗതിക്കും ഇവിടെയുള്ള സാമ്പത്തിക വ്യവസ്ഥയ്ക്കുമൊക്കെ വിഘാതമായി തടസ്സമായി മാറും എന്ന ഒരു സിദ്ധാന്തവും കുറച്ചു കാലം മുമ്പുണ്ടായിരുന്നു. 978 തോമസ് റോബർട്ട് മാൽത്തൂസ് എന്നു പേരുള്ള ഒരു കത്തോലിക്ക പാതിരിയാണ് ഈ ഒരു ആശയം ആദ്യമായി കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന്റെ വാദപ്രകാരം, മാൽത്തൂസിയൻ സിദ്ധാന്തം എന്നൊക്കെ കുട്ടികൾ പഠിക്കുന്ന ആ വാദപ്രകാരം, ജനസംഖ്യ വർദ്ധിക്കുന്നതിലൂടെ ഇവിടെയുള്ള മാനവ വിഭവശേഷി അത് കൂടിക്കഴിഞ്ഞാൽ ഭക്ഷ്യലഭ്യത കുറയും. ഇവർ നമ്മൾ ക്ഷാമത്തിലേക്ക് പോകും, പട്ടിണിയിലേക്ക് പോകും, അല്ലെങ്കിൽ ഓരോരുത്തർക്കും വസിക്കുവാനുള്ള സ്ഥല പരിമിതി ഉണ്ടാകും, അല്ലെങ്കിൽ മലിനീകരണം അത് കൂടി വരും എന്ന് പറഞ്ഞു തുടങ്ങി അദ്ദേഹത്തിന്റെ ഒരു വാദപ്രകാരം പിന്നീട് ആളുകൾ ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ഭൂമിയിൽ ഒരു റോഡിലൂടെ ആക്സിഡന്റുകൾ നടക്കാനുള്ള കാരണം വരെ ഈ ജനസംഖ്യ കൂടുതലാണ് എന്ന് വരെ പറയുന്ന സിദ്ധാന്തങ്ങളിലേക്ക് അവർ പോവുകയാണ്. ഇതിന്റെ ഒരു ആകത്തുക എന്നോണം അദ്ദേഹം പറഞ്ഞതാണ് ശരി എന്ന് ചിന്തിച്ചുകൊണ്ട് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രമുഖമായ, ഏറ്റവും പ്രബലമായ ലോക രാജ്യങ്ങൾ തന്നെ ആ സിദ്ധാന്തം അപ്പടി പ്രാവർത്തികമാക്കിക്കൊണ്ട് തങ്ങളുടെ രാജ്യത്തും അത്തരം ചില വ്യവസ്ഥകൾ ഉണ്ടാക്കുകയും നിയമപ്രകാരം തന്നെ അത് തങ്ങളുടെ രാജ്യത്തും അത് നടപ്പിലാക്കുകയും ചെയ്യുകയാണ്. ഏറ്റവും കൃത്യമായി ഇത് ഏറ്റെടുത്ത ഒരു രാജ്യമായിരുന്നു ചൈന. 979 ഇദ്ദേഹം പറഞ്ഞ ഈ ആശയത്തിന്റെ ഒരു പിന്തുടർച്ച എന്നോണം ചൈന ഈ ആശയം ഏറ്റെടുക്കുകയും അവിടെ ജനസംഖ്യ കൂടുക എന്നത് വലിയ പ്രശ്നമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അത് കുറയ്ക്കാനുള്ള, ഇനി ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ ചൈന ഇപ്പോൾ തന്നെ ലോകത്ത് 1-ാം നമ്പറാണ് ജനസംഖ്യയിൽ, അതുകൊണ്ട് അന്ന് അവർ ചിന്തിക്കുന്നത് ഇത് കുറയ്ക്കണം, ഇത് കുറച്ചാലേ രാജ്യം വികസിക്കുകയുള്ളൂ എന്ന ശുദ്ധ അസംബദ്ധമായ തീരുമാനത്തിലേക്ക് എത്തുകയും അവർ അതിനുവേണ്ടിയുള്ള ചില നിയമങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. അന്ന് ചൈന പുറത്തുവിട്ട ഒരു പോളിസി ആയിരുന്നു നാം ഒന്ന് നമുക്കൊന്ന്. ഒരു കപ്പിൾസ് ഉണ്ടെങ്കിൽ, ഒരു ദമ്പതികൾ ഉണ്ടെങ്കിൽ നാം ഒന്നാണ്, നമുക്കും ഒരു കുട്ടി മാത്രം മതി എന്ന ഒരു പ്രഖ്യാപനത്തിലേക്ക് ചൈന നീങ്ങുന്നത്, അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഒരു കുട്ടി മാത്രമുള്ള ദമ്പതികൾക്ക് അവർക്ക് പാരിതോഷികങ്ങൾ കൊടുക്കുക, അവർക്ക് സാലറി കൂട്ടി കൊടുക്കുക, പ്രത്യേകമായ ഭത്തകൾ കൊടുക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത് ഒന്നിലധികം കുട്ടികളുള്ള ആളുകൾക്ക് പ്രത്യേകമായ പിഴ കൊടുക്കുകയും അവരെ തരം താഴ്ത്തുകയും അവർക്ക് യാതൊരു ആനുകൂല്യങ്ങളും കൊടുക്കാത്ത രൂപത്തിൽ അങ്ങനെ ഒരു പോളിസി ചൈന ഉണ്ടാക്കുകയാണ്. എന്നാൽ ജനസംഖ്യാ നിയന്ത്രണം എന്നത് ചൈനയ്ക്ക് പാളിപ്പോയ ഒരു തന്ത്രമായിരുന്നു എന്നത് പിന്നീട് നമുക്ക് ബോധ്യപ്പെട്ടു. അത് അവരെ കൊണ്ട് എത്തിച്ചത് ജനസംഖ്യാ മാന്ദ്യത്തിലേക്കായിരുന്നു, അല്ലെങ്കിൽ അവരുടെ രാജ്യത്തെ തന്നെ മൊത്തത്തിൽ കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ അത് കാരണമായി എന്ന് ചരിത്രം പഠിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെയുള്ള ക്രൈം റേറ്റുകൾ, അല്ലെങ്കിൽ അവിടെയുള്ള അക്രമവാസന അത് വർദ്ധിച്ചു വരികയാണ്. അവിടെയുള്ള മാനവ വിഭവശേഷി, അല്ലെങ്കിൽ ഒരു കാര്യം നിർമ്മാണാത്മകമായി ചെയ്യാനുള്ള യുവാക്കളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ചില സമയത്തൊക്കെ ചില പഠനങ്ങൾ പറയുന്നുണ്ട് വൃദ്ധ ചൈന, അല്ലെങ്കിൽ വയോധിക ചൈന എന്ന് പോലും അറിയപ്പെടുന്നുണ്ടായിരുന്നു. യുവാക്കൾ കുറഞ്ഞതുകൊണ്ട് തന്നെ പ്രായമുള്ള ആളുകൾ മാത്രമായി വരുന്ന ഒരു സാഹചര്യം കാണാൻ കഴിഞ്ഞു. അത് പലപ്പോഴും ആ രാജ്യത്ത് ഭ്രൂണഹത്യകളിലേക്ക് വരെ എത്തിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആൺകുട്ടികൾ മാത്രം ഉണ്ടാക്കാൻ ഒരു കുട്ടി മാത്രമാണല്ലോ പാടുള്ളൂ, അപ്പൊ ആ കുട്ടി ആൺകുട്ടിയായി മാറണമെന്ന ഭാഷയിൽ പെൺകുട്ടികളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ പെട്ടെന്ന് തന്നെ അബോർഷൻ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും ചൈന എത്തി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലൈംഗിക അരാജകത്വങ്ങളും മറ്റുമെല്ലാം കൂടി 3 കോടിയിലധികം ഭ്രൂണഹത്യകൾ അവിടെ നടന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഞാനത് പറഞ്ഞു വരുന്നത്, യഥാർത്ഥത്തിൽ ഈ പോളിസിയിൽ നിന്നും ചൈനയ്ക്കടക്കം മാറേണ്ടി വന്നു. 2013 അതിന് പിന്തിരിഞ്ഞു. പിന്നെ അവർ മുന്നോട്ട് വെച്ച ആശയമായിരുന്നു നാം 2 നമുക്ക് 2. ഇപ്പൊ ഏറ്റവും അവസാനം പറയുന്നത് ചൈന മാത്രമല്ല, റഷ്യയാവട്ടെ, കൊറിയ ആവട്ടെ തുടങ്ങി ലോക രാജ്യങ്ങൾ പലരും പറയുന്നത് ഇനി ജനസംഖ്യ നിയന്ത്രിക്കുന്നതിലല്ല, ഞങ്ങളുടെ രാജ്യം അത് സാമ്പത്തികമായും അതിന്റെ വിഭവശേഷി നോക്കുമ്പോഴും എല്ലാം താഴേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. ഇതെല്ലാം, ഈ രാജ്യങ്ങളെല്ലാം ഒരു വൃദ്ധ രാജ്യങ്ങളിലേക്ക്, വയസ്സായ ആളുകൾ മാത്രമുള്ള രൂപത്തിലേക്ക് ആ രാജ്യങ്ങൾ പോയപ്പോൾ അവരുടെ സമ്പദ് വ്യവസ്ഥ എല്ലാം കൂപ്പുകുത്തിയപ്പോൾ അവർ തിരിഞ്ഞു മടങ്ങുകയാണ്, അവർ യൂട്ടേൺ എടുക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുമ്പാണ് കൊറിയയുടെ ഒരു അവിടുത്തെ അധികാരി, അവിടുത്തെ പ്രധാനമന്ത്രി, അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് കരയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹം പറയുന്നത് ഈ രാജ്യം അത് ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്, അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കൂ, കൂടുതൽ പ്രസവിക്കുന്നവർക്ക് വലിയ പാരിതോഷികങ്ങൾ നൽകുന്ന, അതിനുവേണ്ടി വലിയ പ്രോത്സാഹനങ്ങൾ നൽകുന്ന, എത്രത്തോളം വെച്ചാൽ റഷ്യ ഈ ഇടയ്ക്ക് സെക്സ് മിനിസ്ട്രി എന്ന ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മന്ത്രാലയം വരെ ഉണ്ടാക്കാൻ അവർ ആ രൂപത്തിലേക്ക് സാഹചര്യത്തിലേക്ക് എത്തി എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം ഈ വിഷയത്തിൽ എന്ത് പറയുന്നു എന്നുള്ളതിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രയാസവും വരാനില്ല, നമുക്കൊരു പ്രശ്നവും നേരിടാനില്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ ഈ വിഷയത്തിലുള്ള കൽപ്പന ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്
ഇത് ഈ ഒരു സിദ്ധാന്തം വരുന്നത് ഒരു 5 10 പതിറ്റാണ്ടുകൾ പിന്നിലാണ്, അല്ലെങ്കിൽ 970 80 ആവുന്ന സമയത്താണ്. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഇസ്ലാം ഖുർആനിലൂടെ പറയുന്നത് 17-ാം അധ്യായം 31-ാമത്തെ വചനത്തിലൂടെ പറയുന്നത് വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാഖ് നഹ്നു നർസുഖുകും വഇയ്യാകും ഇന്ന ഖത്ലഹും കാന ഖിത്വൻ കബീറാ. വളരെ പ്രസക്തമായ ഒരു വാചകമാണ്. പരിശുദ്ധ ഇസ്ലാം പറയുന്നത് നിങ്ങൾ വലാ തഖ്തുലു, നിങ്ങൾ വധിക്കരുത്, ഔലാദകും, നിങ്ങളുടെ കുട്ടികളെ ഇല്ലാതാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഖശ്യത ഇംലാഖ്, ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട്, ദാരിദ്ര്യം ഉണ്ടാവുമെന്ന് പേടിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വധിക്കരുത്. നഹ്നു നർസുഖുകും, നാമാണ് അവർക്ക് വിഭവങ്ങൾ നൽകുന്നത്, നാമാണ് അവർക്ക് ഉപജീവനം നൽകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. വഇയ്യാകും, നിങ്ങൾക്കും. ഇന്ന ഖത്ലഹും കാന ഖിത്വൻ കബീറ, അങ്ങനെ വധിക്കുക എന്നത് അത് ഭീകരമായ തെറ്റാണ് എന്ന്. ശിർക്ക് കഴിഞ്ഞാൽ രണ്ടാമത്തെ വമ്പിച്ച വൻപാപമാണ് ഒരാളെ കൊല്ലുക എന്നത്. അത് സ്വന്തം കുട്ടിയാണെങ്കിലും അതിന്റെ ഗൗരവം വീണ്ടും വീണ്ടും വർദ്ധിക്കുകയാണ്. മാത്രമല്ല 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നന്നായി പ്രസവിക്കുന്ന സ്ത്രീയാണ് ഏറ്റവും ഉത്തമ എന്നത്. അങ്ങനെ നന്നായി പ്രസവിക്കുന്ന സ്ത്രീയെ നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അതിന് പ്രോത്സാഹനം നൽകുന്ന മതമാണ് ഇസ്ലാം. അപ്പോ ഈ ഒരു വാദം പറയുന്ന സമയത്തൊക്കെ അവർ പറഞ്ഞിരുന്നു ഇസ്ലാം വളരെ പ്രാകൃതമാണ്, കുറെ പ്രസവിക്കുക, പ്രസവിച്ചു കൂട്ടുക, അല്ലെങ്കിൽ പട്ടി പെറുന്നത് പോലെ, പിന്നെ പന്നി പെറുന്നത് പോലെ പെറുക എന്നത് മാത്രമാണ് ഇസ്ലാമിലെ സ്ത്രീയെ കൊണ്ടുള്ള ഉത്തരവാദിത്തം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പറയുന്ന ലോക രാജ്യങ്ങളെല്ലാം ഇസ്ലാം എന്താണോ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് അതിലേക്ക് തിരിച്ചു വരുന്ന, നിങ്ങൾ കൂടുതൽ പ്രസവിക്കൂ എന്ന് പറഞ്ഞ് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് കരയുന്ന അവസ്ഥയിലേക്ക് അവർ കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ അബോർഷൻ എന്നത്, ഭ്രൂണഹത്യ എന്നത് ചെറിയ കുട്ടികളെ, അല്ലെങ്കിൽ അവർ പിന്നെ ഉമ്മമാരുടെ ഉദരത്തിൽ കഴിയുന്ന സമയത്ത് തന്നെ അവരെ വധിച്ചു കളയുക എന്നത് ഇന്നൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ മറ്റൊരു ആഫ്റ്റർ എഫക്റ്റ് ആയിക്കൊണ്ട്, അതിന്റെ ഒരു ആകത്തുകയായിക്കൊണ്ട് നമ്മൾ കാണുന്നത് അബോർഷനുകളിലെ അല്ലെങ്കിൽ ഭ്രൂണഹത്യകളിലെ ഒരു വർധനവാണ്. ഇന്ന് നമുക്കൊന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ അബോർഷൻ കൗണ്ട് ലൈവ് എന്നൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഒരു കൗണ്ടിങ് ഇങ്ങനെ കൂടി വരുന്നത് കാണാം. ഈ വർഷത്തിൽ എത്രമാത്രം അബോർഷനുകൾ അല്ലെങ്കിൽ ഭ്രൂണഹത്യകൾ ലോകത്ത് മൊത്തം നടന്നു എന്നതിന്റെ കൗണ്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ എടുത്തു നോക്കിയപ്പോ 2,37,22,950 ഇന്ന് രാവിലത്തെ കൗണ്ട്. 2 കോടിയിലധികം ചെറിയ കുട്ടികളെ, ജീവനുള്ള, തന്റെ ഉമ്മയുടെ ഉദരത്തിൽ പിടയ്ക്കുന്ന ജീവനുള്ള കുട്ടികളെ നിഷ്കരണം കൊലപാതകം ചെയ്യുന്ന അബോർഷൻ അല്ലെങ്കിൽ ഭ്രൂണഹത്യ എന്ന പേരുള്ള MTP എന്ന കോമൺ പേരിട്ട് വിളിക്കാറുണ്ട്. അത് ഇന്ന് 2 കോടിയിലധികം ഈ വർഷം മാത്രം ജനുവരി മുതൽ ഇതുവരെയുള്ള കണക്കുകൾ പറയുന്നുണ്ട്. ആ കൗണ്ട് ഓരോ നിമിഷവും കൂടി വരികയാണ്. അത് കാണുമ്പോൾ ഇത്തിരി ധാർമ്മിക ബോധമുള്ള ഒരു മനുഷ്യന്റെ ഹൃദയം പിടയ്ക്കാതിരിക്കില്ല. ജീവനുള്ള ഒരു കുഞ്ഞിനെ നിഷ്കരണം കൊല്ലുക എന്ന ഒരു കർത്തവ്യം ഇന്ന് വളരെ സുന്ദരമായി നടക്കുകയാണ്. ആലോചിക്കൂ, കളിപ്പാട്ടങ്ങളോട് കൂടി ജീവിക്കേണ്ട, അല്ലെങ്കിൽ പൂവാടിയിൽ പൂമ്പാറ്റയെ തേടിപ്പോകേണ്ട, എപ്പോഴും കളിയും ചിരിയും തമാശയും കലഹങ്ങളും ബഹളങ്ങളും പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെയായി കഴിഞ്ഞുകൂടേണ്ട ഒരു ചെറിയ പിഞ്ചു കുഞ്ഞിനെ നിഷ്കരുണം, ഒരു പ്രയാസവും ഇല്ലാതെ, അതിപ്പോ എന്താ എല്ലാവരും ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞ് കൊല്ലുന്ന ഈ പറഞ്ഞ ജനസംഖ്യാ പോളിസികളുടെ ഭാഗമായി ഇന്ന് എല്ലാവർക്കും നോർമലായി മാറുന്ന അബോർഷൻ അല്ലെങ്കിൽ ഭ്രൂണഹത്യ എന്നുള്ള ഒരു കർത്തവ്യം ഒരു ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക്, ആ അബോർഷന് വേണ്ടി തന്റെ കുഞ്ഞിനെ വിധേയമാക്കുന്ന, തന്റെ ഭാര്യയെ അബോർഷന് വേണ്ടി കൊണ്ടുപോകുന്ന ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും അവരുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത, ആ ചെറിയ കുട്ടി അവരുടെ മുഖത്ത് നോക്കി പറയുന്ന ഉമ്മച്ചിയെ, ഉപ്പച്ചിയെ, എന്നെ കൊല്ലാനാണോ കൊണ്ടുപോകുന്നത് എന്നുള്ള ആ ചോദ്യം അവരുടെ മനസ്സിലേക്ക് വരുന്നില്ല എന്നതാണ് ഇന്നത്തെ ഒരു സാമൂഹിക സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നത്. ജാഹിലിയ കാലത്ത് 5-ാം നൂറ്റാണ്ടിലും 6-ാം നൂറ്റാണ്ടിലും ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രംഗപ്രവേശനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെയുള്ള ഈ അബോർഷൻ എന്നത് അല്ലെങ്കിൽ ഭ്രൂണഹത്യ എന്നത് അവിടെ സാർവത്രികമായിരുന്നു. അവർ പലപ്പോഴും ഭ്രൂണഹത്യ അല്ല ചെയ്തിരുന്നത്, മറിച്ച് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി പെൺകുട്ടിയാണോ ആ കുട്ടിയെ നേരെ പോയി ജീവനോടെ കുഴിച്ചു മൂടുന്ന സാഹചര്യം. മറിച്ചു ജാഹിലിയത്തിൽ ജീവനോടെയായിരുന്നു കുഴിച്ചു മൂടിയത്. ആ കുട്ടിക്ക് ജീവിക്കാനുള്ള അല്ലെങ്കിൽ പ്രസവിച്ച് പുറത്തു വരാനുള്ള അവകാശമെങ്കിലും അവർ കൊടുത്തിരുന്നു. ഇന്നോ നാം ചെയ്യുന്നത് ആ കുട്ടിക്ക് ജീവനോടെ പുറത്തു വരാനുള്ള അവകാശം പോലും കൊടുക്കാതെ ആ ജീവനെ അവിടെ വെച്ച് തന്നെ കശാപ്പ് ചെയ്യുന്ന, കശക്കിയെറിയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇതിനു വേണ്ടി ന്യായീകരിക്കുന്ന പുതിയ സിദ്ധാന്തങ്ങളും പുതിയ സിനിമകളും ഒക്കെ ഇറങ്ങുന്നുണ്ട്. ഈ ഇടയ്ക്ക് ഈ വിഷയത്തിൽ ഭ്രൂണഹത്യയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമ പുറത്തിറങ്ങുകയുണ്ടായി. ആ സിനിമ വലിയ രൂപത്തിൽ പ്രചാരം നേടുകയുണ്ടായി. അതിനെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിമർശനങ്ങൾ വന്നു. അപ്പൊ അദ്ദേഹം ആ സിനിമയുടെ ഡയറക്ടറുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തുകയുണ്ടായി. ആ ഇന്റർവ്യൂവിലെ ഡയറക്ടർ പറയുന്നുണ്ട്, എന്തൊക്കെ വലിയ പ്രശ്നമാക്കേണ്ട കാര്യം, അബോർഷൻ അല്ലേ, നമ്മള് എല്ലാ ദിവസവും ഓംലെറ്റ് അടിക്കുന്നതല്ലേ, ഓംലെറ്റ് അടിക്കുമ്പോൾ നമ്മൾ എത്ര ജീവന ഒഴിവാക്കി കളയുന്നത് എന്ന് പറയുന്ന
ഒരു മനുഷ്യ ജീവനെ കേവലം ഓംലെറ്റ് അടിക്കുന്ന രൂപത്തിലേക്ക് അവരെല്ലാം കൂപ്പുകുത്തുന്ന, അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാത്ത രൂപത്തിലേക്ക് അവരുടെയൊക്കെ ചിന്താഗതി മാറുമ്പോൾ അത് ഏറ്റെടുക്കുന്ന ഒരു പുതിയ തലമുറ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭ്രൂണഹത്യ എന്നത് അതൊരിക്കലും നമുക്ക് യോജിച്ച ഒന്നല്ല. അത് മതപരമായിട്ടും ധാർമ്മികമായിട്ടും കേവലം ഒരു ഇത്തിരി കരുണയുള്ള മനസ്സുള്ള ആളുകൾക്ക് ഒരിക്കലും അതിനോട് ചേരാൻ കഴിയില്ല എന്ന ചിന്തയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. യഥാർത്ഥത്തിൽ ഈ ഭ്രൂണഹത്യയിലേക്കൊക്കെ എത്താനുള്ള ചില കാരണങ്ങളുണ്ട്. എന്താണ് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒന്നാമതായിക്കൊണ്ട് പലരും ഈ ഭ്രൂണഹത്യയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം എന്നത് ഒന്ന് അറിവില്ലായ്മയാണ്. ഇതിനെപ്പറ്റി ഒരു ബോധമില്ലാത്തത് കൊണ്ടാണ്. അതിപ്പോ കുറച്ച് ഇറച്ചി കഷ്ണം മുറിച്ച് കളയുകയല്ലേ എന്നൊക്കെയാണ് ചില ആളുകളൊക്കെ പറയാം. അതിപ്പോ കേവലം കുറച്ച് ഇറച്ചി കഷ്ണം മുറിച്ച് കളയുകയല്ലേ, അതൊന്നും പ്രശ്നമാക്കേണ്ടതില്ലല്ലോ എന്ന് പറയുന്ന ഒരു സാഹചര്യം, അതിനെപ്പറ്റിയുള്ള ബോധമില്ലാത്തതാണ് ഒന്നാമത്തെ ഒരു കാരണം. യഥാർത്ഥത്തിൽ ഒരു പുരുഷന്റെ ബീജവും ഒരു സ്ത്രീയുടെ അണ്ഡവും ഒന്നിച്ചു ചേർന്ന് അത് പിന്നീട് നേരെ ആ ട്യൂബിൽ വെച്ചതിന്റെ സങ്കലനം കഴിഞ്ഞതിന് ശേഷം ഗർഭപാത്രത്തിലേക്ക് വന്ന് അവിടെ അള്ളിപ്പിടിച്ച് ആദ്യം 2 സെല്ലുകളായി, പിന്നീട് 4 ആയി, 8 ആയി, 16 ആയി, അത് വിഭജിച്ച് അങ്ങനെ പോയിക്കൊണ്ട് പല രൂപത്തിലുള്ള ഓർഗനുകളും പിന്നീട് വലുതായി ഒരു മനുഷ്യരൂപം പ്രാപിക്കുന്ന ഒരു സാഹചര്യം അതിനെപ്പറ്റി ചിന്തിക്കുന്ന ഒരാൾക്കും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. 40, 42, 45 ഇങ്ങനെയാണ് ഇസ്ലാമിൽ ഒരു കുട്ടിക്ക് റൂഹ് ഊതുന്നതിനെ പറ്റിയുള്ള അഭിപ്രായമുള്ളത്. ആദ്യം അതിന്റെ സ്റ്റേജ് എന്നത് നുത്ഫയായിരിക്കും. ആ നുത്ഫ കഴിഞ്ഞാൽ അലഖയായി മാറും, അലഖ കഴിഞ്ഞാൽ അത് മുദറയായി മാറും. ശേഷമാണ് ഇലാം അതിനെ പൊതിഞ്ഞുകൊണ്ട് പിന്നീട് ലഹ്മും അതിനെ പൊതിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യ കുഞ്ഞായി അത് രൂപാന്തരം പ്രാപിക്കുന്നത് എന്ന് പരിശുദ്ധ ഇസ്ലാം 1400 വർഷങ്ങൾക്ക് മുമ്പ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ റൂഹ് ഊതുന്നതിന്റെ പ്രായം ഹദീസുകളിൽ പറയുന്നുണ്ട് 40, 42, 45 ഇത്തരം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ കുഞ്ഞിന് റൂഹ് ഊതുകയും മലക്കുകൾ എഴുത്തുകയും ചെയ്യുമെന്ന് ഇസ്ലാം പറയുന്നുണ്ട്. ഈ റൂഹ് ഊതിക്കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടിയെ എന്ത് നമ്മൾ ചെയ്യുകയും അത് ആ കുട്ടിയെ ചെയ്യുക എന്നത് അതൊരു ഉപദ്രവമാണ്. ആ കുട്ടിയെ കൊലപാതകം ചെയ്യുകയാണെങ്കിൽ അതൊരു കൊലപാതകത്തിന്റെ ഗണത്തിൽ തന്നെയാണ് വരിക എന്ന് പ്രമാണങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ ചിന്തയുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് പിന്നെ വളരെ സിമ്പിൾ അല്ലേ, എളുപ്പമല്ലേ എന്ന് പറയാൻ സാധിക്കുക? എല്ലാവരും ഈ രൂപത്തിൽ വളരെ നോർമലായി ചിത്രീകരിക്കുന്ന ആ ഒരു രൂപത്തിലേക്ക് നമ്മുടെ ചിന്താഗതി ഒരിക്കലും മാറാൻ പാടില്ല. 42 ദിവസങ്ങൾ അല്ലെങ്കിൽ 1.5 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ജീവനുണ്ട് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം. നമ്മളെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശവും ആ കുട്ടിക്കുണ്ട് എന്ന ചിന്തയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. രണ്ടാമതായി ചില ആളുകൾ ചിന്തിക്കുക ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ടാണ്. ദാരിദ്ര്യം, ഞാൻ ഇനി ഭാവിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ എങ്ങനെ അവരെയൊക്കെ തീറ്റിപ്പോറ്റുക എന്ന് ചിന്തിച്ചുകൊണ്ട് ദാരിദ്ര്യ ഭയത്താൽ, ഈ ഭയം നമുക്ക് മാത്രമുള്ളതല്ല, ജാഹിലിയ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന തലമുറയ്ക്കും ഖുറൈശികൾക്കും ഒക്കെ ഈ ചിന്ത ഉണ്ടായിരുന്നു എന്നും അതിന് പരിഹാരമായിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഈ ആയത്ത് ഇറക്കുന്നത്. വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖ്. ഖശ്യത ഇംലാഖ്, നിങ്ങൾക്ക് ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊല ചെയ്യരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹു ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും. അല്ലാഹുവാണ് ഖലഖകും, നിങ്ങളെ സൃഷ്ടിക്കുന്നത്, സുമ്മ റസഖകും, നിങ്ങൾക്ക് വേണ്ട ഉപജീവനം നൽകുന്നത് അത് അല്ലാഹുവാണ്, സുമ്മ യുമീതുകും, നിങ്ങൾ മരിപ്പിക്കുന്നതും, സുമ്മ യുഹ്യീകും, ശേഷം നിങ്ങളെ ജീവിപ്പിക്കുന്നതും അല്ലാഹുവാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സഹോദരൻ ആലോചിച്ചു, ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പറവകളെയും അല്ലെങ്കിൽ ആഴങ്ങളിൽ ഊളിയിട്ട് നീന്തി തുടിക്കുന്ന മത്സ്യക്കുഞ്ഞുങ്ങളെയും എല്ലാം അവർക്കുള്ള ഉപജീവനം നൽകുന്നത് ആരാണ്? ഈ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളെയും അതിനെ പരിപാലിക്കുന്ന ആരാണോ അവരെ സൃഷ്ടിച്ചത് അവൻ തന്നെയാണ് അവരെ പരിപാലിക്കുക എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ദാരിദ്ര്യം ഭയക്കുന്നു എന്നത് അത് നമ്മുടെ ചിന്താഗതിയുടെ ഒരു കുടുസായ ചിന്താഗതി മാത്രമാണ്. ഒരു കുട്ടി, ആ കുട്ടി പലപ്പോഴും ഒരു അവിഹിത ഗർഭത്തിൽ ഉണ്ടാകുന്ന ഒരു കുഞ്ഞാണെന്ന് വിചാരിക്കുക. ആ കുഞ്ഞിനെ അമ്മത്തൊട്ടിലും മറ്റൊക്കെ ഉപേക്ഷിച്ചു പോകുന്ന എത്രയോ ദമ്പതികളെ കാണാൻ കഴിയും. യാതൊരു ദയവുമില്ലാതെ തങ്ങളുടെ ചോരയിൽ പിറന്ന ആ കുഞ്ഞിനെ അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കുമ്പോൾ ആ കുട്ടി പിന്നീട് ഒരുപക്ഷെ വളരുന്നത് ഏതോ ഒരു കോടീശ്വരന്റെ വീട്ടിലായിരിക്കും. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് തനിക്ക് പോറ്റാൻ കഴിയുമോ എന്ന് ഭയന്നുകൊണ്ട് ഉപേക്ഷിച്ച ഒരു കുട്ടി, ആ കുട്ടി വളരുന്നത് ഒരു കോടീശ്വരന്റെ വീട്ടിലാണെങ്കിലും അങ്ങനെ എത്ര സാഹചര്യങ്ങളായിട്ടുണ്ട്. അതൊരിക്കലും ദാരിദ്ര്യം ഭയന്നുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു കുഞ്ഞിനെ കശാപ്പ് ചെയ്യുക എന്നത് നമുക്ക് ചേർന്നതല്ല. ഒരു കുട്ടി, ഈ ഇടയ്ക്കാണ് നമ്മൾ ഒരു സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന പേരുള്ള ഒരു അസുഖമുള്ള ഒരു കുട്ടി, ആ കുട്ടിക്ക് 18 കോടി ചെലവ് ആവശ്യമുണ്ടായിരുന്നു. ആ കുട്ടികളുടെ മരുന്ന് എത്തിക്കാനായി 18 കോടി ആവശ്യമുണ്ടായിരുന്ന സമയത്ത് നമ്മുടെ നാട് മൊത്തം ഒന്നിച്ചു നിന്ന് അതിന്റെ ഇരട്ടി തുക നമുക്ക് സംഭാവനയായി ശേഖരിക്കാൻ കഴിഞ്ഞ ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ദാരിദ്ര്യത്തെ ഭയപ്പെടുക? അതിന് യാതൊരു സ്കോപ്പും ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മൂന്നാമതായിക്കൊണ്ട് കുഞ്ഞുങ്ങളെ കൊല്ലാനുള്ള ഒരു ചിന്ത എന്നുള്ളത് അത് പെൺകുട്ടിയാവുക എന്നതാണ്. പെൺകുട്ടിയാണെങ്കിൽ അതൊരു മോശമായിക്കൊണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന ചിന്താഗതി ഇന്നും നമ്മളിൽ പലരുടെയും ഉള്ളിലേക്ക് വരികയാണ്. പെൺകുട്ടിയാണോ, അതൊക്കെ ഒരു മോശമാണ്, ഒരു സദസ്സിൽ പറയാൻ കഴിയാത്തതാണ് എന്ന് ചിന്തിക്കുന്ന പലപ്പോഴും ഒരു അനുഭവമുള്ളത് ഭാര്യയെ ത്വരാഖ് ചെയ്യാൻ പോലും കാരണമായിട്ടുള്ള. ഈ ഇടയ്ക്ക് ഒരു ഡയാലിസിസ് യൂണിറ്റിന്റെ മുമ്പിൽ ഒരു ഉമ്മ, പ്രായമായ ഒരു ഉമ്മ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ടു. ആ ഉമ്മയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഡയാലിസിസ് ചെയ്യാൻ വന്നതാണ്. അപ്പൊ നിങ്ങളുടെ കൂടെ ആരാ ഉള്ളത്?
കൂടെ ആരുമില്ല, 2 പെൺകുട്ടികളുള്ളത്. ആ കുട്ടികൾ കുറച്ച് മുതിർന്ന കുട്ടികളായി. അപ്പൊ അവരെ കൊണ്ടുവന്നിട്ടില്ല, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അപ്പൊ നിങ്ങൾ ഭർത്താവോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്, 2 പെൺകുട്ടികളാണ് എനിക്ക് പറഞ്ഞത് എന്നതുകൊണ്ട് തന്നെ ഭർത്താവ് എന്നെ ഒറ്റയ്ക്കാക്കി മറ്റൊരു വിവാഹം കഴിച്ച് അദ്ദേഹം തൊലാഖ ചൊല്ലി പോയി എന്ന് പറയുന്ന സാഹചര്യം. ഇന്നും നമ്മുടെ നാട്ടിൽ ജനിക്കുന്നത് പെൺകുട്ടികളാണെങ്കിൽ അത് മോശമായി കാണുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അവരെ ശാപവാക്കുകൾ പറഞ്ഞ്, കുത്തുവാക്കുകൾ പറഞ്ഞ് ദ്രോഹിച്ച് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പെൺകുട്ടികളുള്ള ഒരു പിതാവിനോട് പറയുന്ന ഒരു വാചകമുണ്ട്, നിങ്ങൾ ക്ഷമയോടുകൂടി നിങ്ങൾ അധ്വാനിച്ച് ആ കുട്ടികൾ വളർത്തുകയാണെങ്കിൽ ആ വ്യക്തി നരകത്തിൽ നിന്ന് ആ കുട്ടികൾ ഉള്ളത് കൊണ്ട് ഒരു മറ സ്വീകരിക്കാൻ മാത്രം പോകുന്ന ഒരു കാര്യമാണ് അത് എന്നതാണ്. ഒരു 2 പെൺകുട്ടികളുടെ ഒരു പിതാവ് പ്രായപൂർത്തിയാവുന്നത് വരെ മാന്യമായി അവരെ പോറ്റി വളർത്തി കഴിഞ്ഞാൽ അവനും ഞാനും ഇങ്ങനെയാണ് എന്ന് 2 വിരലുകൾ ചേർത്തുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിൽ ഞങ്ങൾ ഇങ്ങനെയായിരിക്കും, പെൺകുട്ടികളെ നന്നായി പോറ്റി വളർത്തുന്ന ആ പിതാവും ഞാനും ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നവരായിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അത്രമേൽ പ്രാധാന്യം പെൺകുട്ടികൾക്ക് ഇസ്ലാം നൽകുന്നുണ്ടെന്നുള്ളതാണ്. എന്നാൽ ജാഹിലിയത്തിൽ അങ്ങനെ ആയിരുന്നില്ല. അവിടെ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അവർ വളർന്നു വരികയാണെങ്കിൽ തന്നെ അവർക്ക് യാതൊരു അവകാശവും കൊടുക്കാത്ത, അനന്തരാവകാശം കൊടുക്കാത്ത, പെൺകുട്ടികളെ അനന്തരമായി അവകാശം എടുക്കുന്ന ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ ആ ഭർത്താവിന്റെ സ്വത്തിനോടൊപ്പം തന്നെ ആ പെണ്ണിനെയും അനന്തരമായി എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം ഇസ്ലാം വളരെ കൃത്യമായി തന്നെ അഡ്രസ് ചെയ്യുകയും ആ സാഹചര്യം പിന്നീട് അങ്ങോട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതിനുശേഷമുള്ള കാലത്തും അത് ഒരിക്കലും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. സൂറത്തുൽ നഹ്ലിൽ പറയുന്നുണ്ട്, ഒരു പെൺകുട്ടി നിങ്ങൾക്ക് ജനിക്കുന്നു എന്നത് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയാണ്, നിങ്ങൾ സന്തോഷിക്കൂ, നിങ്ങൾ ആഹ്ലാദിക്കൂ എന്ന് സൂറത്തുൽ നഹ്ലിൽ പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അദ്ദുനിയ മതാഉൻ, ഈ ദുനിയാവ് എന്നാൽ അതൊരു വിഭവം മാത്രമാണ്. വഖൈറു മതാഇ ദുനിയ, ഈ ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം എന്നത് അൽ മർഅതു സ്വാലിഹ, അത് സദ്വൃത്തയായ ഒരു സ്ത്രീ തന്നെയാണ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാമിലുള്ളത്. അതൊരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടി വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവളൊരു മകളായിരിക്കെ, അവളൊരു സഹോദരിയായിരിക്കെ, അവളൊരു ഭാര്യയായി മാറുന്ന സമയത്ത്, അവളൊരു ഉമ്മയായി മാറുന്ന സമയത്ത് അപ്പോഴെല്ലാം കൃത്യമായ സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കാനുള്ളത്. പിന്നെ എങ്ങനെയാണ് ഒരു പെൺകുട്ടി മോശമായി മാറുക? പെൺകുട്ടികൾ കൂടുതലുണ്ടാകുന്ന ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു ഉപ്പ എന്നത് അവർക്ക് എങ്ങനെയാണ് ഒരു മോശം കാര്യമായി തോന്നുക? ഇസ്ലാം അത്രമേൽ പ്രാധാന്യം അവർക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരിക്കൽ നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അവരുടെ അടുക്കലേക്ക് ഒരു ഉമ്മയും 2 കുട്ടികളും വരികയാണ്. ആ ഉമ്മ വളരെ ദരിദ്രയായ ഒരു സ്ത്രീയാണ്, കൂടെ 2 പെൺകുട്ടികളാണുള്ളത്. അപ്പൊ അവർ പറയുന്നു, പട്ടിണിയാണ്, വീട്ടിലൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ തരണം എന്ന് പറഞ്ഞാണ് നമ്മുടെ ഉമ്മയുടെ അടുക്കിലേക്ക് വരുന്നത്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ വീട്ടിൽ എന്താണുള്ളതെന്ന് പോയി നോക്കിയപ്പോ ആകെ ഉണ്ടായിരുന്നത് 3 കാരക്കകളാണ്. ആലോചിക്കണം, ലോകം പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ വീട്ടിലുണ്ടായിരുന്നത് വെറും 3 കാരക്കകൾ മാത്രമാണ്. ആ കാരക്ക നമ്മുടെ ഉമ്മ എടുത്ത ആ ഉമ്മാക്ക് കൊടുക്കുകയാണ്, ആ ദരിദ്രയായ സ്ത്രീക്ക് കൊടുക്കുകയാണ്. അപ്പോ ആ ഉമ്മ 2 കാരക്കകൾ ഓരോ കുട്ടികൾക്കും ഓരോ വീതം കൊടുത്തു. 1 ഉമ്മയും കയ്യിൽ വെച്ചു. അപ്പൊ 2 കുട്ടികളവിടെ വാശി പിടിക്കുകയാണ്, ഉമ്മാന്റെ കയ്യിലുള്ളത് കൂടി ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് കരയുകയാണ്. അപ്പൊ ആ ഉമ്മയുടെ കയ്യിലുള്ളത് കൂടി 2ആയി ഭാഗിച്ച് ഓരോ കുട്ടികൾക്കും കൊടുത്ത് ആ ഉമ്മ വീണ്ടും പട്ടിണി കിടന്ന് അവിടെ അങ്ങനെ യാത്ര തിരിക്കുകയാണ്. ആയിഷ വല്ലാതെ ഫീൽ ചെയ്തു, വല്ലാതെ അവരെ വേദനിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നപ്പോ റസൂലിനോട് ഈ കാര്യം തുറന്നു പറയാണ്, റസൂൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, ആ സ്ത്രീക്ക് അവർ ഈ ഒരു കാര്യം കൊണ്ട് സ്വർഗം നിർബന്ധമാക്കി, നരകത്തിൽ നിന്ന് അവർ മോചനം നേടിയെന്ന് തന്റെ കുട്ടികളെ, തന്റെ പെൺമക്കളെ നോക്കി വളർത്തിയ കാര്യം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. എത്ര വലിയൊരു മാതൃകയാണ്! ചെറിയ കുട്ടികളാണ്, പെൺകുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവരെ പോറ്റി വളർത്തേണ്ടതിന് പ്രാധാന്യമാണ് പറയുന്നത്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ, ഈ ഒരു സംഭവത്തെ, ഹദീസിനെ സ്വഹീഹായ ഹദീസാണ്, ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ഒരു പ്രത്യേക ബാബിന്റെ അണ്ടറിലാണ് കൊണ്ടുവരുന്നത്. ആ ബാബിന്റെ പേര് ബാബ് ഫദ്ലുൽ ഇഹ്സാനി ഇലൽ ബനാത്ത്, പെൺകുട്ടികൾക്ക് ഉപജീവനം കൊടുക്കുന്നതിന് പ്രാധാന്യം പറയുന്ന ഒരു ബാബിന് കീഴിലാണ് ഇത് കൊണ്ടുവരുന്നത്. അത്രമേൽ പ്രാധാന്യമുള്ള പെൺകുട്ടികളെ പോറ്റി വളർത്ത ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. ഇനി കൂടുതലുണ്ടാവുന്നത് ചിലപ്പോ ചില സ്ത്രീകൾക്കൊക്കെ വലിയ പ്രയാസം ഉണ്ടാവും. ജനിക്കുന്നത് 2, 3, 4 ഒക്കെ പ്രസവം കഴിഞ്ഞാലും പെൺകുട്ടികൾ മാത്രം, 4 പെൺകുട്ടികൾ 5 പെൺകുട്ടികളൊക്കെ ഉണ്ടാവുന്ന ചില ഉമ്മമാരുണ്ടാവും. അവർ മനസ്സിലാക്കേണ്ടത് ഒരു പരീക്ഷണമാണ്. ആ 4 പെൺകുട്ടികളാണെങ്കിലും തങ്ങൾ വാലറ്റ് പോകുന്നില്ല, തങ്ങൾക്ക് വേണ്ട എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾക്കും നമുക്കും എല്ലാമുള്ള ഉപജീവനം തരുന്നത് അള്ളാഹുവാണ് ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കാനുള്ള ഒരു ശ്രദ്ധയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ചില അറബി കവികളൊക്കെ പാടിയിരുന്നു, ഉമ്മമാരായ സ്ത്രീകൾ അവർക്ക് പെൺകുട്ടികൾ ജനിക്കുമ്പോൾ ഭർത്താക്കന്മാർ വലിയ രൂപത്തിൽ അവർ ഉപദ്രവിക്കുമായിരുന്നു. അപ്പോൾ കവിതയായിക്കൊണ്ട് ഭർത്താക്കന്മാരോട് തിരിച്ചു പറയുമായിരുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ആ ബീജത്തിൽ നിന്നാണ് ഈ കുഞ്ഞുണ്ടാവുന്നത്, ഈ കുഞ്ഞിനെ ഒരു പെൺകുട്ടിയായി മാറ്റുന്നത് നിങ്ങളുടെ ബീജം കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നമല്ല, ഞങ്ങൾക്ക് പ്രസവിക്കാനല്ലേ അറിയൂ എന്ന് പറയുന്ന കവിതകൾ വരെ അവർ പാടാറുണ്ടായിരുന്നുള്ളതാണ്. ഇന്നും ശാസ്ത്രം പറയുന്നത് അത് തന്നെയല്ലേ,
പുരുഷന്റെ ബീജത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കേണ്ട അതിന്റെ ഒരു ജനിതകമായ രൂപം അതിലുള്ളത്. അപ്പൊ അത്രമേൽ പ്രാധാന്യം അറിയിക്കുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ പെൺകുട്ടികളാണെങ്കിൽ ഒരിക്കലും മോശമായി ചിത്രീകരിക്കാത്ത പദമാണ് ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റു ചില ആളുകളൊക്കെ ഈ ഭ്രൂണഹത്യയിലേക്കും അബോർഷനിലേക്കൊക്കെ പോകുന്നത് അത് കരിയറിനെ ആലോചിച്ചുകൊണ്ട്, ജോലിയെ ആലോചിച്ചുകൊണ്ട്, ഞാനിപ്പോ പഠിക്കുന്ന സമയമല്ലേ, ഈ സമയത്ത് ഒരു കുഞ്ഞുണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര പ്രയാസമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. തന്റെ കരിയറിനെ ബാധിക്കുമോ, ജോലിയെ ബാധിക്കുമോ, എന്റെ പ്രൊഫഷനെ ബാധിക്കുമോ, എന്റെ പ്രൊഫഷൻ കുറച്ചൊരു ഗെറ്റപ്പുള്ള ഒരു പ്രൊഫഷനാണ്, ഈ ഒരു സമയത്ത് ഞാനിപ്പോ കുറെ കുട്ടികൾക്ക് ഒരു ഉപ്പയാന്നൊക്കെ പറയാൻ ഭയങ്കര മോശമല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ തന്റെ ജോലിയെയും പ്രൊഫഷനെയും ഒരിക്കലും അത് ബാധിക്കില്ല എന്ന് ഏവരും തിരിച്ചറിയേണ്ടതുണ്ട്. എത്ര ഉദാഹരണങ്ങൾ. ഈ ഇടയ്ക്ക് പോലും മലപ്പുറത്തുള്ളൊരു പെൺകുട്ടി, അവൾ എംകോമിന്റെ പരീക്ഷ എഴുതാൻ പോവാണ്. പരീക്ഷ എഴുതുന്ന സമയത്ത് ആ സമയത്ത് പ്രഗ്നന്റ് ആവുകയാണ്. യൂണിവേഴ്സിറ്റി പരീക്ഷയുടെ 2 ദിവസം മുമ്പാണ് ഡെലിവറി നടക്കുന്നത്. എന്നാൽ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. പരീക്ഷ യൂണിവേഴ്സിറ്റി എക്സാം ആയതുകൊണ്ട് തന്നെ എഴുതാതിരിക്കാൻ അവളുടെ മനസ്സ് സമ്മതിച്ചില്ല. അവൾ പ്രസവിച്ച് 2 ദിവസം കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി പരീക്ഷയാണ്. തന്റെ ഭർത്താവ് അവളെ വളരെ കൃത്യമായി പരീക്ഷ അവളെ കൊണ്ടുപോവുകയും അങ്ങനെ ആ പരീക്ഷ എഴുതി യൂണിവേഴ്സിറ്റി തലത്തിൽ 2ാം റാങ്ക് വാങ്ങിയ പെൺകുട്ടികൾ നമുക്കറിയാം. എത്ര ഉദാഹരണങ്ങൾ. പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പ്രസവവും ഇതൊന്നും ഒരു തടസ്സമല്ല എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. എത്ര ആനുകൂല്യങ്ങൾ അവർക്കുണ്ട്. അമ്മമാർക്ക് ലീവ്, അച്ഛന്മാർക്ക് പെറ്റേണിറ്റി ലീവ് തുടങ്ങി ഒരുപാട് ആനുകൂല്യങ്ങളുമുണ്ട്. മറ്റു ചിലർക്ക് അഭിമാന പ്രശ്നമാണ്. ഉമ്മയും മകളൊക്കെ ഒന്നിച്ച് പ്രസവിച്ച, അല്ലെങ്കിൽ ഉമ്മയും അമ്മായിനെയും മരുമോളൊക്കെ ഒന്നിച്ച് പ്രസവിച്ച അത് ഭയങ്കര മോശമല്ലേ, അല്ലെങ്കിൽ അടുത്തടുത്തടുത്ത് കുട്ടികളുണ്ടാവാൻ ചിലർക്ക് ഭയങ്കര പ്രയാസമല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളെയും കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്നത് അത് നമുക്ക് കംഫർട്ടാണ് ഉണ്ടാക്കുക, നമുക്ക് സുരക്ഷിതത്വം ഉണ്ടാക്കുക. ആ കുട്ടികൾക്ക് പരസ്പരം കളിച്ചും ചിരിച്ചും അവർക്ക് മറ്റു കൂട്ടുകാർ ഇല്ലെങ്കിൽ പോലും അവർക്ക് ചേർന്ന് വളരാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ചിലരൊക്കെ വൈകല്യമുള്ള കുട്ടികളാണെങ്കിൽ, കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു വൈകല്യമുണ്ട് എന്ന് ചില മെഡിക്കൽ റിപ്പോർട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് കേട്ട പാതി കേൾക്കാത്ത പാതി, ചിലപ്പോൾ എന്തെങ്കിലും പ്രയാസം ഉണ്ടായേക്കാം, അതുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പോയി ആ കുട്ടിയെ ഇല്ലാതാക്കണം. അത് മാത്രം ചിന്തിക്കുന്ന ചില രക്ഷിതാക്കളെയും കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ കുഞ്ഞ് റൂഹ് ഊതിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു കൽപ്പന ഇസ്ലാമിൽ ഇല്ല. അത് ആ ഉമ്മയുടെയും കുഞ്ഞിന്റെയും ഒക്കെ ജീവനെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ തൊറൂറത്തിന്റെ സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമല്ലാതെ അങ്ങനെ അബോർഷൻ ചെയ്യാനുള്ള ഒരു അനുവാദവും മതം നൽകുന്നില്ല. വൈകല്യമുള്ള ഒരു കുഞ്ഞ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ക്ഷമിക്കുകയാണ് വേണ്ടത്. ആ കുഞ്ഞെ ജനിക്കാനുള്ള അവകാശം നമ്മൾ വിധിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ശേഷം ആ കുട്ടിയെ വളർത്തുക. ആ കുട്ടിയെ വളർത്തുന്ന ഓരോ സമയവും നമുക്കത് ഇബാദത്തായി മാറുകയാണ്. ആ കുട്ടിയെ എത്രത്തോളം സ്നേഹിച്ച് പോറ്റി നമ്മൾ വളർത്തുന്നുവോ അത്രയും നമുക്ക് വലിയ പുണ്യമായിക്കൊണ്ട് നാളെ പരലോകത്ത് ലഭിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല, ഈ ഇടയ്ക്ക് ഒരു കുട്ടി, ആ കുട്ടി വൈകല്യമുള്ള കുട്ടിയായി ജനിക്കും. വലിയ പ്രയാസമുള്ള ഒരു ഡിസബിലിറ്റി ആ കുട്ടിക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ ആ കുട്ടി വളരുന്ന സമയത്തൊക്കെ ഉമ്മയും ഉപ്പയും ആ കുട്ടിയെ ഒരു റൂമിൽ, ആരെങ്കിലും അതിഥികൾ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടിയെ വേഗം റൂമിൽ കൊണ്ടുപോയി വാതിലടച്ചിടും. അവരാരും കാണണ്ട, മോശമല്ലേ, ഇങ്ങനെ ഒരു വൈകല്യമുള്ള കുട്ടി ഇരിക്കുന്നുണ്ടെന്ന് പറയുന്നത് മോശമല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ കുട്ടിയെ അടച്ചിടുന്ന ഒരു സാഹചര്യം. എന്നാൽ അങ്ങനെ വളർന്ന് വലുതായ കുട്ടി ആ ഉമ്മയുടെയും ഉപ്പയുടെയും വാർദ്ധക്യത്തിൽ എത്തിയപ്പോൾ ആ കുട്ടിക്കാണ് പിന്നീട് പഠിക്കാൻ വളരെ ബ്രൈറ്റായ കുട്ടിയായിരുന്നു. അവൻ പഠിച്ച് ഒരു സർക്കാർ ജോലി നേടി ആ ഉമ്മയും ഉപ്പയും വാർദ്ധക്യത്തിൽ നോക്കാനും ആ കുട്ടി മാത്രമേ ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഇടയ്ക്കൊരു ഒരു ദമ്പതികൾ അവർ ഈ രൂപത്തിൽ അബോർഷൻ ചെയ്യാൻ വേണ്ടി ഡോക്ടറുടെ അടുക്കലേക്ക് വരികയാണ്. ഡോക്ടർ പറഞ്ഞു, ഇത് അബോർഷൻ ചെയ്യേണ്ടതില്ല, കുറച്ചൊരു പ്രയാസം ഉണ്ടാവും ഭാവിയിൽ, എന്നാൽ അത് മാറിയേക്കാം എന്ന് പറഞ്ഞപ്പോൾ അബോർഷൻ ചെയ്തെന്ന് വാശി പിടിച്ചപ്പോൾ ഡോക്ടർ അവരെ കൗൺസിൽ ചെയ്ത് ഇത് വേണ്ട എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അതേ കുഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, പ്രസവിച്ചതിന് ശേഷം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഏറ്റവും ബ്രൈറ്റ് ആയിക്കൊണ്ട് വളർന്നു വരുന്ന, ചിരിച്ചു കളിച്ച് നടക്കുന്ന ഒരു സാഹചര്യം കാണാൻ കഴിഞ്ഞു. ഇതൊക്കെ പടച്ചോന്റെ കയ്യിലാണുള്ളത് എന്ന് ചിന്തിച്ച് അതിൽ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊരു വിഷയം, ഇങ്ങനെ അബോർഷൻ കൂടാനുള്ള ഒരു കാരണം അവിവാഹിതരായ ആളുകൾ എന്നതാണ്. ഈ ഇടയ്ക്ക് പല ഗൈനക്കോളജിസ്റ്റുകളും പറഞ്ഞ അനുഭവങ്ങളുണ്ട്. വിവാഹിതരല്ലാത്ത അല്ലെങ്കിൽ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ ഏറ്റവും അധികം ഈ രൂപത്തിൽ അബോർഷൻ വേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അവിഹിതമായ ബന്ധങ്ങളിൽ ഏർപ്പെട്ട് ഏറ്റവും പുതിയ രൂപത്തിൽ ലിവിംഗ് റിലേഷൻഷിപ്പിലൊക്കെ ബന്ധപ്പെട്ട് വിവാഹം ഒരു പ്രശ്നമല്ല, വിവാഹത്തിന്റെ ആവശ്യമേ ഇല്ല എന്നതാണ് ഇപ്പൊ പുതിയ കാല പെൺകുട്ടികൾ പറയുന്നത്. തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികളുടെ അടുക്കലേക്ക് ഇന്റർവ്യൂവിന് വേണ്ടി പോകുന്ന പല കാഴ്ചകളും നമ്മൾ കാണാറുണ്ട്. വിവാഹത്തിന്റെ ആവശ്യമുണ്ടോ? അതിപ്പോ എന്തിനാ? അതൊക്കെ കുറെ പഴയ സിസ്റ്റം അല്ലേ, നമ്മളൊക്കെ പഴയ കാലത്തുള്ള ആചാരമല്ലേ വിവാഹം എന്ന് പറയുന്ന രൂപത്തിലേക്ക് കുട്ടികൾ മാറുമ്പോൾ അവരുടെയൊക്കെ ചിന്തകളിലും അവരുടെയൊക്കെ മനസ്സുകളിലും ഈ ലിബറലിസം ബാധിച്ചു എന്ന കാര്യവും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരിക്കലും അതിന് നമ്മുടെ മക്കളെ വിട്ടുകൊടുക്കാനുള്ള ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ കൃത്യമായി അവർക്ക് വേണ്ട മതബോധം ചെറിയ പ്രായം മുതൽ തന്നെ പകർന്നു കൊടുക്കേണ്ട വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. സ്കൂളുകളിലും ക്യാമ്പസുകളിലും ഒക്കെ
അതിലേക്ക് ക്ഷണിക്കുന്ന, അത്തരത്തിൽ മതമോ അല്ലെങ്കിൽ യാതൊരു അതിരുകളോ അരുതുകളോ ഒന്നുമില്ലാത്ത ഒരു സ്വതന്ത്ര ലോകത്തിലേക്ക് ക്ഷണിക്കുന്ന കാഴ്ച ഓരോ ക്യാമ്പസിന്റെ പടിവാതിൽക്കലും കുട്ടികളെ കാത്തിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികളും നാളെ ക്യാമ്പസുകളിലേക്ക് പോകുമ്പോൾ ആ സാഹചര്യത്തിലേക്ക് പോകുമോ എന്ന് ഭയം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതിനുള്ള പരിഹാരം നമ്മുടെ കൈകളിൽ തന്നെ ഉണ്ട്. ഈ ഷെൽഫുകളിലുള്ള പരിശുദ്ധ ഖുർആനുകൾ, നമ്മൾ പഠിച്ച, നമ്മൾ മനസ്സിലാക്കിയ പ്രമാണങ്ങൾ നമ്മുടെ കുട്ടികളെ ചെറിയ പ്രായം മുതൽ തന്നെ ബോധ്യപ്പെടുത്താനുള്ള വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ട്. അവർക്ക് എവിടെയെല്ലാം മതപരമായ കൂട്ടായ്മകളുണ്ടോ, അതിനുള്ള അവസരങ്ങളുണ്ടോ, ക്ലാസ്സുകളുണ്ടോ, അവിടെയൊക്കെ തേടി പിടിച്ച് കൊണ്ടുപോയി അത് കേൾപ്പിക്കാനുള്ള ഒരു ശ്രദ്ധയും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പിന്നെ പാഠപുസ്തകങ്ങളിലൂടെയും മറ്റുമൊക്കെ അല്ലെങ്കിൽ സ്കൂളുകളിലേക്ക് പോലും ഈ ലിബറൽ ചിന്തകൾ കടന്നു വരുമ്പോൾ നമുക്കതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ സാധിക്കേണ്ടതുണ്ട്. എവിടെയാണോ നമ്മുടെ കുട്ടി മതബോധത്തിൽ നിന്ന് പൊതുബോധത്തിന് പിന്നാലെ പോകുന്നത് അവിടെ കൃത്യമായി ഇടപെടാൻ, മോളെ അത് പാടില്ല, നമുക്ക് ചേർന്നതല്ല, ആ സംസ്കാരം നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ്. അള്ളാഹു നമുക്ക് ഈ ഭൂമിയിലെ ജീവിതം നിശ്ചയിച്ചത് നാളെ പരലോക ജീവിതം അത് ഏറ്റവും ഭാസുരമാക്കാനാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ സ്വർഗവും നരകവും ഉള്ളത്. ആ സ്വർഗം നേടലാണ് നമ്മുടെ ലക്ഷ്യമെന്ന് കുട്ടികളെ ചേർത്ത് നിർത്തി പറഞ്ഞു കൊടുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ജനസംഖ്യാ നിയന്ത്രണം എന്ന പേരിൽ ഇപ്പോൾ ഏറ്റവും എത്തി നിൽക്കുന്ന അബോർഷൻ എന്ന അല്ലെങ്കിൽ ഭ്രൂണഹത്യ എന്നതിനെ ന്യായീകരിക്കുന്ന ഈ ഒരു സാഹചര്യം അത് നമുക്ക് വലിയ തിരിച്ചറിവ് നൽകേണ്ടതുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത്, നാം ഏവരും അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകളെ ഏറ്റെടുക്കുന്ന ആളുകളാണ്. ആ കൽപ്പനകൾ അത് സാർവത്രികമായിരിക്കും, അത് സാർവകാലികമായിരിക്കും. ഒരു തടസ്സവും ഒരു പ്രയാസവും അതിലില്ല. മനുഷ്യരായ നമ്മുടെ കാഴ്ചയ്ക്ക് പരിമിതി ഉള്ളതുപോലെ, നമ്മുടെ കേൾവിക്ക് പരിമിതി ഉള്ളതുപോലെ, നമ്മുടെ ചിന്തയ്ക്കും യുക്തിക്കും നമ്മുടെ ബുദ്ധിക്കും പരിധിയുള്ളതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ആശയധാരകൾക്കും പരിമിതി ഉണ്ടാവും. അതൊരിക്കലും സാർവത്രികമാവില്ല. സാർവത്രികമായ എല്ലാ കാലത്തും നിലനിൽക്കുന്നതായ ആശയം എന്നത് അത് പരിശുദ്ധ ഇസ്ലാമാണ്. അത് പ്രോജ്വലിച്ച് നിലനിൽക്കുക തന്നെ ചെയ്യും. ഇപ്പോഴും ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ എന്നത് അത് ഇസ്ലാമാണ്. അത് അങ്ങനെയേ ആവൂ. അടുത്തൊരു 50 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ലോക ജനസംഖ്യയിൽ തന്നെ ഏറ്റവും അധികം മുസ്ലിമീങ്ങളായിരിക്കും എന്ന് പഠനങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ആരെങ്കിലും ഒക്കെ പറയുന്ന, ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കിയ ആശയങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതിനപ്പുറം അള്ളാഹുവിന്റെയും റസൂലിന്റെയും പ്രമാണങ്ങൾക്കനുസരിച്ച് മടങ്ങി വരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നാം ഏവരും ഒരുപക്ഷെ അത്രമേൽ ഗൗരവകരമായി കാണാത്ത ഒരു വിഷയമാണ് ഈ രൂപത്തിൽ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന ഭ്രൂണഹത്യ എന്നത്. ഇന്നും നമുക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ ഒന്ന് കയറി നോക്കി ആ കണക്കുകൾ അത് മാറി മറിയുന്ന 2 കോടി എത്രയോ ലക്ഷം അധികമായി ഓരോ ദിവസവും മാറി മറിയുന്ന ഈ വർഷത്തെ മാത്രം കണക്കുകൾ നമ്മൾ അത്രമേൽ ഭീതമാക്കി പേടിപ്പെടുത്തേണ്ടതുണ്ട് എന്നതാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. ഒരിക്കൽ ഒരു ഡോക്ടറുടെ അടുക്കൽ തന്റെ കുഞ്ഞിനെ ഈ രൂപത്തിൽ കശാപ്പ് ചെയ്യണമെന്നും കൊല്ലണമെന്നും പറഞ്ഞ്, തനിക്ക് കുഞ്ഞിന് ചെറിയ പ്രയാസമുണ്ട്, അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ കൊല്ലണം എന്ന് സ്കാൻ ചെയ്തപ്പോൾ റിപ്പോർട്ട് കണ്ടപ്പോൾ അബോർഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ദമ്പതികൾ വരികയാണ്. അപ്പൊ ഡോക്ടർ ഈ ഉമ്മയ്ക്ക് ആദ്യം ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട്, ആ കുട്ടിക്ക് 1 വയസ്സാണ് പ്രായം. ആ കുട്ടിയെയും കൂട്ടിയിട്ടാണ് ഈ ദമ്പതികൾ വരുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ തന്നെ ഡോക്ടർ ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ആ ചെറിയ കുട്ടിയെ, 1 വയസ്സുള്ള ആ കുട്ടിയെ നേരെ എടുത്ത് തന്റെ ടേബിളിന്റെ മുകളിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, തന്റെ കയ്യിലുള്ള കത്തി എടുത്തുകൊണ്ട് ഈ കുട്ടിയെ ഞാൻ അപ്പൊ കൊല്ലട്ടെ എന്ന് വെച്ചു. അപ്പൊ അവന് പറഞ്ഞു, കൊല്ലല് സാറേ എന്ന് പറഞ്ഞ ഒന്ന് പേടിച്ച് ആ കുട്ടി തിരിച്ചു വാങ്ങാൻ. ഈ കുട്ടിയെ കൊല്ലരുത് എന്ന് നിങ്ങൾ പറയുന്ന അതേ ന്യായമാണ് താങ്കളുടെ ഉദരത്തിലുള്ള ആ കുട്ടിയെ കൊല്ലുന്ന വിഷയത്തിലും ഉണ്ടാവേണ്ടത്. അതും ജീവനുള്ള, ജീവൻ സ്ഫുരിക്കുന്ന, ജീവൻ തുടിക്കുന്ന, ഹൃദയം മിടിക്കുന്ന, കണ്ണും കാതും മൂക്കും ഒക്കെ ഉണ്ടായി വരുന്ന ഒരു കുഞ്ഞാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. അത്തരത്തിൽ അപ്പോൾ അവർ കൃത്യമായ കാര്യം മനസ്സിലായി. പിന്നീട് ആ കുട്ടിയെ അവർ പ്രസവിക്കുകയും ആ കുട്ടിക്ക് വൈകല്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ട് മാറി ആ കുട്ടി വളരെ സുന്ദരമായി എല്ലാവരെയും പോലെ ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്ന സാഹചര്യം ഇന്നും കാണാൻ കഴിയും. എത്ര ഉദാഹരണങ്ങൾ കാണാൻ കഴിയുമെന്നെ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് അള്ളാഹുവിന്റെ ഖദർ എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. അള്ളാഹു ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ അള്ളാഹുവിന് സാധിക്കും. അള്ളാഹുവെ, നീ ഒരു കാര്യം തരാൻ തീരുമാനിച്ചാൽ അത് തടയാൻ ഒരാൾക്കും സാധിക്കുകയില്ല. നീ ഒരു കാര്യം തടയാനാണ് തീരുമാനിച്ചതെങ്കിൽ അത് തരാനും ഒരാൾക്കും സാധിക്കുകയില്ല എന്ന ബോധ്യമാണ് നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടത്. ഇനി അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ, ഒരു കുട്ടിയെ നമ്മൾ ഈ രൂപത്തിൽ അബോർഷൻ ചെയ്യുകയാണെങ്കിൽ
അവർക്ക് നഷ്ടക്കാരാണ് അവർ എല്ലാ രൂപത്തിലും നഷ്ടമാണ് അവർക്ക് ഉണ്ടാവുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് മാറി മറിയുന്ന ഈ അക്കങ്ങളിൽ നമ്മളുമായി ബന്ധപ്പെട്ട ഒരു കുഞ്ഞ് പോലും, ഒരു കുഞ്ഞു ജീവൻ പോലും ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ ബോധം വളർന്നു വരുന്ന നമ്മുടെ മക്കളെയും പുതിയ തലമുറയെയും പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഒരു ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്ക് മതത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന, കാലം മുന്നോട്ട് പോകുമ്പോൾ കാലത്തിന് ഒപ്പിച്ച് മുന്നോട്ട് നീങ്ങുക എന്നതല്ല, മതം എന്താണോ പറയുന്നത്, അള്ളാഹു റസൂലും എന്താണോ കൽപ്പിക്കപ്പെട്ടത്, അതിന് ഏറ്റവും പ്രൈമറി പ്രാധാന്യം കൊടുക്കുന്ന മക്കളായി നമ്മുടെ മക്കളെ മാറ്റാൻ, അവർക്ക് വേണ്ട എല്ലാ മതപരമായ അവകാശങ്ങളും ധാർമ്മികമായ അവകാശങ്ങളും കൊടുക്കുന്നതോടൊപ്പം തന്നെ മതബോധം അവരുടെ മനസ്സിലേക്ക് കയറ്റാനുള്ള ഒരു സ്നേഹവും കരുണയും ജാഗ്രതയും ഒക്കെയാണ് നമുക്ക് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഉണ്ടാവേണ്ടത്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ സീനത്ത് അല്ലെങ്കിൽ അലങ്കാരം എന്ന് പറയുന്നത് അത് സമ്പത്തും മക്കളുമാണ്. അത്തരം നല്ല മക്കളായി നമ്മുടെ മക്കളെയൊക്കെ മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രദ്ധയും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം അറിയിക്കാനുള്ളത്, ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച 13-ാം തീയതി മജ്ലിസുൽ ഇൽം എന്ന പേരിൽ അബ്ദുൽ ജബ്ബാർ മദീനി, ബഹുമാനായ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ മദീനിയുടെ ഒരു ക്ലാസ് ഇൻഷാ അല്ലാഹ് ദാറുസ്സലാം മസ്ജിദ് പരൂരിൽ വെച്ച് നടക്കുന്നുണ്ട്. മഗ്‌രിബിന് ശേഷമാണ്. കഴിയുന്ന ആളുകളൊക്കെ കുടുംബസമയം തന്നെ അതിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് ഏവർക്കും നന്മകളിൽ മത്സരിക്കാനും അതിൽ മുന്നോട്ട് നിൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തെറ്റുകുട്ടികളുള്ള പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ പണ്ഡിതന്മാർ അള്ളാഹുരുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗവും കഷ്ടപ്പാടും പ്രയാസങ്ങളും സാമ്പത്തികമായും ജോലി സംബന്ധമായിട്ടൊക്കെ പ്രയാസപ്പെടുന്ന ഒരുപാടധികം ആളുകളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ഉദവിയും തുറവിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ അസുഖങ്ങളിൽ നിന്ന് അള്ളാഹു ഏവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, അതിലെല്ലാം അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതം അത് ഹൈറാവുന്ന കാലത്തോളം ആയുസ് നീട്ടി നൽകാനും മരണം എപ്പോഴാണോ ഹൈറാവുന്നത് ആ സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് നെറ്റിത്തരത്തിൽ വിയർപ്പ് തുള്ളികളുമായി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഏവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر اخواننا المجاهدين في فلسطين. اللهم انصر اخواننا المجاهدين في فلسطين. اللهم انصر اخواننا المجاهدين في كل مكان. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.